ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് 3 വില്ലകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രകൃതി ആർക്കിടെക്ചറൽ ഫേം ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 വില്ലകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന, അതും റോഡിനടുത്തായിട്ട് നല്ല 3 വില്ലകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 3 വില്ലകൾ ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കാം. പ്രകൃതി ആർക്കിടെക്ചറൽ ഫേം ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 വീടുകളാണ്. അപ്പം പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന ഒരു ഡിസൈനർ ഫേം ആയതുകൊണ്ട് തന്നെ അവർ ഈ 3 വീടുകൾക്കും കൊടുത്തിരിക്കുന്ന പേരുകളും വളരെ ഡിഫറെന്റ് ആണ്. അരുവി, വൃക്ഷം, തണൽ എന്നിങ്ങനെ 3 പേരുകളാണ് അവർ ഈ കാണുന്ന 3 വില്ലകൾക്കും വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ആലുവ അശോകപുരത്താണ്. നമുക്ക് കാർമൽ ഹോസ്പിറ്റൽ ഇവിടെ വളരെ അടുത്താണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് കാർമൽ ഹോസ്പിറ്റലിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 100 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വളരെ അടുത്താണ്, വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. മെട്രോയിലേക്ക് നോക്കുവാണെങ്കിൽ 3.8 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടെ ഹോസ്പിറ്റലുകൾ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് വെറും 3.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ കാർമൽ ഹോസ്പിറ്റലുണ്ട്, വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 11 കിലോമീറ്റർ ആണ്. നമുക്ക് ആലുവ ടൗണിലേക്ക് എത്തണമെങ്കിൽ 4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി സൈഡ് ലുലു മാളിന്റെ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വില്ലയുടെ ലാൻഡ് അളവ് വരുന്നത് 3.5 സെന്റ് ആണ്. ഇതിനപ്പുറത്ത് കിടക്കുന്ന മറ്റു 2 വില്ലകൾ നോക്കുവാണെങ്കിൽ 3 സെന്റുമാണ് ലാൻഡ് അളവ് വരുന്നത്. നമുക്ക് 3 വീടുകളും കൂടെ കാണിച്ചു വരുമ്പോഴേക്കും വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. വീടിന്റെ എലവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. വളരെ ഭംഗിയായിട്ട് നല്ലൊരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ തന്നെയാണ് ഇതിന്റെ എലവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നിറയെ നൈബേഴ്സ് ഉള്ള ഏരിയ ആണ്. ഇത് ആക്ച്വലി ഒരു നല്ലൊരു ലൊക്കാലിറ്റി തന്നെ, നല്ലൊരു കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ കാണുന്ന 3 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലവേഷൻ കണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ടൊരു കവേർഡ് കാർ പോർച്ച് കിട്ടുന്നുണ്ട്. ഗേറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡും വന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാം. അവിടെയും അങ്ങനെ തന്നെയാണ്. ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് നോക്കുമ്പോൾ ടൈല് വിരിച്ച ഭംഗിയുള്ളൊരു മുറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ നമുക്കൊരു കാറിനും തൊട്ട് ബാക്ക് സൈഡിലായിട്ട് മറ്റൊരു കാറിനും, റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്പേസിൽ മറ്റൊരു കാർ, ടോട്ടൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വില്ലയിൽ കിട്ടുന്നത്. വീടിന്റെ എലവേഷനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു ഓരോടിപ്പിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ വളരെ പ്രകൃതിയുമായി വളരെ ഇണങ്ങി നിൽക്കുന്ന വീടുകളാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീടിന്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് പോകുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇവിടെ കിണർ കാണാം. നമുക്കിവിടെ വെള്ളത്തിനുള്ള സോഴ്സ്, ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് വെള്ളുണ്ട്, ഒരു കിണറുണ്ട്. അത് കൂടാതെ മറ്റൊരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. വീടിന്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കാണാം നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2018 ഫ്ലഡ് ഒന്നും തന്നെ എഫക്ട് ചെയ്യാത്ത ഏരിയ ആണ്. ഒരു തരിവെള്ളം പോലും നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് നിൽക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിന്റെ ഈ ഒരു എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ വരെ നമുക്ക് ഏകദേശം ടൈല് വിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ വെച്ചിട്ട് അതിനകത്ത് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്കൊക്കെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വീടിന്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ വെച്ചിട്ട് അവിടേക്ക് പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് കണ്ടതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. 2 സൈഡിലും നല്ല രീതിയിൽ വിട്ടിട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഏകദേശം ഒരു ഹാഫ് പോർഷൻ വരെ നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ബാക്കിലേക്ക് വരുന്ന പോർഷനിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഒരു വീടിന്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എലിവേഷൻ കണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വീട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് മെയിൻ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. വളരെ ഭംഗിയായിട്ട് സൈഡിലെല്ലാം തന്നെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് ഇതുപോലെ ടീക്കൂഡിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ടീക്കൂഡിന്റെ ഡിസൈൻ ആണ് മെയിൻ ഡോറിന് വരുന്നത്. നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ലിവിംഗും ഡൈനിങ്ങും കൂടെ ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ UPVCയുടെ വിൻഡോസ് ആണ് നല്ല ഡിസൈനിലൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മെയിൻ ഡോർ നമുക്ക് ആ ഒരു ടീക്കൂഡിന്റെ ഡിസൈനിലാണ്. ഡോറുകളെല്ലാം തന്നെ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തുള്ള ഡോറുകൾ, ബാക്കിയുള്ള ബെഡ്റൂംസിന്റെ ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ സ്കിൻ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേബിളുകളും വയറുകളും എല്ലാം വന്നിട്ട് ഫിനോളക്സിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം വന്നിട്ട് ലെഗ്രാൻഡിന്റെയുമാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്സ് ഒക്കെ തന്നെ ലൂക്കർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കമ്പനി പ്രൊഡക്ട്സ് ഇട്ടിട്ടും മെറ്റീരിയൽസ് ഇട്ടിട്ടും ഒക്കെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ലൊരു ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഡൈനിങ് സ്പേസുമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമ്മൾ എൻട്രി ചെയ്തത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. നമുക്ക് വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് ഏരിയ കിട്ടുന്നത്. സാനിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാഗ്വാറിലും സെറയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആ ഒരു വാഷ് ബേസിന്റെ സറൗണ്ടിങ് ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വോളുകളെല്ലാം വന്നിട്ട് തന്നെ ഭംഗിയായിട്ട് ടൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാലും കാണാൻ നമുക്ക് നന്നായിട്ട് കുറച്ച് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്സ് എല്ലാം ഭംഗിയായിട്ടുള്ള ഗ്രാനൈറ്റിൽ ചെയ്തിട്ട് ഈ ഒരു ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വുഡൻ ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം തന്നെ നല്ല തിക്നെസ് ഉള്ള ആ ഒരു ടഫൻ ഗ്ലാസ് ഇട്ടിട്ടാണ് മുകൾ വശം വരെ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK വീടാണ്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഈ ഡോറുകളൊക്കെ വന്നിട്ട് സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ഡോറുകൾക്കൊക്കെ ആയിട്ട് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. മഹാഗണിയിലൊക്കെ ആയിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ വിൻഡോയുമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറാണ് ഡോർ വരുന്നത്. നമുക്ക് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന വെള്ളമൊന്നും നമുക്ക് പുറത്തേക്ക് തെറിച്ചു വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കിച്ചന്റെ ഡോറ് വിസിബിൾ ആണ്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഹാഫ് പോർഷൻ വന്നിട്ട് സ്കിൻ ഡോറിലും ബാക്കി ഒരു പോർഷൻ വന്നിട്ട് ഗ്ലാസ്സിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്പേഷ്യസ് ആയ കിച്ചൺ ഇവിടെ കിട്ടുന്നുണ്ട്. 2-3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, പ്യുവർ ആയിട്ടൊരു വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടൊരു നല്ലൊരു പ്യൂരിറ്റി ഉള്ള വൈറ്റ് കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിലും കാണാം, ചെറിയൊരു ഐവറി ഷെയ്ഡ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന ഒരു വിൻഡോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഓപ്പൺ ചെയ്യാവുന്ന ഒരു വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ആവശ്യത്തിന് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്കുള്ള സ്പേസ് ആണ്. നമുക്ക് ഇവിടെ എല്ലാം ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ വേണമെന്നുള്ളവർക്ക്, അങ്ങനെ ഒരു ചോയ്സ് ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കളമശ്ശേരി ഭാഗത്തുള്ള അപ്കമിങ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വർക്കുകളൊക്കെ ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു റോഡിന്റെ കണക്ഷനും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് വളരെ അടുത്താണ്. ഇവിടെ നിന്നും വെറും 500 മീറ്റേഴ്സ് പോലും ഇല്ല പുതിയ സീപോർട്ട് റോഡിലേക്ക് എത്താനായിട്ട്. തീർച്ചയായിട്ടും അതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെയും ഈ ഒരു വീടിന്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്കിനി മുകളിലേക്കുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം.
സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് മുകളിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വോള് കിട്ടുന്നുണ്ട്. ആ വോളിന്റെ ഏകദേശം 3/4 പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്നെസ് ഉള്ള ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് ആ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് അതിനകത്തൂടെ അയൺ ബാർസ് ഇട്ടിട്ട് വളരെ സേഫ് ആയിട്ടാണ് ഇത് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ചെറിയ അപ്പർ ലിവിംഗ് സ്പേസിലായിട്ടാണ്. നമുക്ക് അത്യാവശ്യത്തിന് ഒരു TV വെക്കാനുള്ള സ്പേസും അത് കാണാനുള്ള ഒരു ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വെക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നത്. അവിടെയായിട്ടാണ് കണക്ഷൻസും പ്ലഗ് പോയിന്റും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു വിൻഡോസ് കാണാം. അതുകൂടാതെ അതിനടുത്തായിട്ടൊരു ഡോറും ഉണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെ കാണുന്ന ഡോർ വന്നിട്ട് നമുക്ക് ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊന്നുമില്ല, നേരെ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ ഇവിടെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂംസ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ കണ്ടതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെ എല്ലാം തന്നെ ധാരാളം ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വീടിനെ വാസ്തുപരമായിട്ട് നോക്കുവാണെങ്കിൽ കാറ്റും വെളിച്ചവും കയറി ഇറങ്ങി പാസ് ചെയ്ത് പോകുന്നതാണ് വാസ്തുശാസ്ത്രപരമായിട്ട് എപ്പോഴും ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റികളും കൊടുത്തിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈവൻ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ സൂര്യപ്രകാശം വീടിനകത്ത് കയറുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓപ്പണിങ്സ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം കബോർഡുകൾ വെക്കാനും നമ്മളുടെ അലമിറാസ് ഒക്കെ സൂക്ഷിക്കണമെങ്കിൽ ധാരാളം സ്പേസ് ആണ് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്പർ ബെർത്ത് ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സെറയിലും ജാഗ്വാറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വൈറ്റ് കളർ ടൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്യൂരിറ്റിയാണ് അതിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു TV യൂണിറ്റിന്റെ സൈഡിലൂടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇവിടുത്തെ തേർഡ് ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ പാറ്റേണിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇട്ടാലും എക്സ്ട്രാ മറ്റൊരു സാധനങ്ങൾ വെക്കാനും ടേബിൾ ഒക്കെ വെക്കാനും നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ 2 സിംഗിൾ വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു വലിയ വിൻഡോ, UPVCയുടെ ഒരു വലിയ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി അതിനകത്ത് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു കുഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സ്പേസ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ റൂഫിലും ആവശ്യത്തിനുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. വോൾ ടൈലും ഫ്ലോർ ടൈലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഡിസൈനർ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടതിന്റെ പ്രൈസ്, കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് എറണാകുളം ജില്ലയിൽ ആലുവ അശോകപുരം എന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടുള്ള 3 വില്ലകളാണ്. പ്രകൃതി ആർക്കിടെക്ചറൽ ഫേം ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള 3 വീടുകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പം എല്ലാ വീടുകളും കൂടി നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഒരു വീടാണ് നമ്മൾ കാണിച്ചത്. അതിന്റെ പുറത്തു നിന്നുള്ള വ്യൂ നിങ്ങൾ ഏകദേശം കണ്ടതാണ്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീടാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമെങ്കിലും അത് റോഡ് സൈഡിൽ തന്നെ വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ ക്വാളിറ്റിയോടും കൂടി ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഡ്രെയിനേജ് ഫെസിലിറ്റി പ്രോപ്പർ ആയിരിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്ത ഒരു പ്രൊജക്ട് ആണ് ഈ കാണുന്ന 3 എണ്ണവും. അപ്പൊ ഇതിന്റെ ബാക്കി ഒരു ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീടെന്ന് പറയുന്നത് 3.5 സെന്റ് ലാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. 1470 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്നത്. ഈ കാണുന്ന വീട്ടിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ഇവിടെ 3 കാർ പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. 3.5 സെന്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിൽ നമുക്ക് വരുന്ന ഏറ്റവും നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഒരു കാർ ഇട്ടു, അഡീഷണൽ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാർ എവിടെ ഇടുന്നുള്ളത് നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ 3.5 സെന്റ് ലാൻഡിൽ വളരെ ഭംഗിയായിട്ട് 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില വെറും 59 ലക്ഷം രൂപയാണ്.
ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന 2 വില്ലകൾ നോക്കുവാണെങ്കിൽ ഏകദേശം 3 സെന്റാണ് ലാൻഡ് വരുന്നത്. അതിനകത്ത് നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ കാണുന്ന 3 വീടുകൾക്ക് ഇട്ടിരിക്കുന്ന പ്രൈസും 59 lakhs തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാം 3.5 സെന്റിൽ നമ്മൾ 59 എന്നുള്ളത് നമ്മൾ നെഗോസിയേഷൻ ചോദിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 59 ലക്ഷം എന്നുള്ള പ്രൈസ് ഈ 3.5 സെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര നെഗോഷ്യബിൾ അല്ല. ബട്ട് ഇതിനടുത്ത് കിടക്കുന്ന 2 വീടുകൾ 3 സെന്റിൽ ചെയ്തിരിക്കുന്ന 2 വീടുകൾക്കും തീർച്ചയായിട്ടും 59 ലക്ഷം എന്നുള്ള പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓഫറാണ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. വെറും 59 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാവുന്ന വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 3 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ ഇനിയും കാണുന്നതിന് വിശേഷങ്ങൾ അറിയുന്നതിനൊക്കെ മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.